ഫ്രണ്ട്സ്, എല്ലാവർക്കും കൃഷിലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് കൂൺ ഫ്രഷിലാണ്. അപ്പോൾ ഇവിടെ എൻ്റെ കൂടെ ഉള്ളത് ഷിജി മാം ആണ്. അപ്പോൾ കൂൺ കൃഷിയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ നമുക്കിന്ന് ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. തുച്ഛമായ മുടക്ക് മുതൽ വൻ ലാഭം കൊയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് കൂൺ കൃഷി. അപ്പോൾ കൂൺ കൃഷിയെക്കുറിച്ചുള്ള കുറേ വിവരങ്ങൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലൂടെ അറിയാം. അപ്പോൾ ഇതെങ്ങനെയാണ് മാം ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നത്, കൂൺ കൃഷിയിലേക്ക് വന്നത്? ശരിക്കും പറഞ്ഞാൽ കൂൺ കൃഷിയിലേക്ക് വന്നത് എനിക്ക് എൻ്റെ മക്കളൊക്കെ വലുതായി കഴിഞ്ഞപ്പോൾ ഒത്തിരി സമയം ബാക്കിയായി കഴിഞ്ഞപ്പോൾ അത് എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ള രീതിയിൽ ഇരിക്കുമ്പോഴാണ് ഇങ്ങനൊരു അരൂരൊരു കൃഷി ഭവൻ ഉണ്ടായിരുന്നു. അവിടെ ഒരു മേഡം എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു കൂണിൻ്റെ ഒരു ക്ലാസ് അവിടെ വരുന്നുണ്ട്, അപ്പോൾ ആ ക്ലാസ്സിലൊന്ന് പങ്കെടുത്ത് നോക്ക്, ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്തു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംരംഭമാണെന്ന്. അങ്ങനെ ഞാനിത് ചെറിയ രീതിയിൽ തുടങ്ങി ഒരു 5-6 മാസം ട്രയലെടുത്തു. അതിനുശേഷം ഞാൻ നല്ല രീതിയിൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയായിരുന്നു എൻ്റെ തുടക്കം. നമുക്ക് തുടക്കക്കാർക്ക് എത്ര ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കൂൺ കൃഷിയിലേക്ക് തുടങ്ങാം? അതുപോലെ എത്ര കൂൺ ബെഡുകളിലൂടെ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? അല്ലാതെ നമുക്ക് തുടക്കം തന്നെ കൂടുതലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, അല്ലേ? ഇല്ല, തുടക്കം എപ്പോഴും ഒരു 2 ബെഡിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഏറ്റവും ചെറിയ രീതിയിൽ തുടങ്ങി പതുക്കെ അത് കൂട്ടിക്കൊണ്ടുപോകണം. ഇത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു സംഭവമൊന്നും അല്ലെങ്കിലും നമുക്കിത് ചെറുതായി ചെയ്ത് വരുമ്പോഴാണ് ഇതിൻ്റെ ഓരോ കേടുകളും എല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിന്റെ കൂൺ കൃഷിയുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു 2-3 മണിക്കൂർ നേരത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ നമുക്ക്, പിന്നെ അതുപോലെ ഫാമും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് വീടുകളിൽ പോയി ചെയ്യാൻ പറ്റുള്ളൂ. കൂൺ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ്? ഇത് നമുക്ക് സെയിൽ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടോ? അത് നമുക്ക് ഈസി ആണോ? സെയിൽ ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇപ്പം ഇവിടെ ഈ കൂൺ ഫ്രഷ് എന്ന് പറയുന്ന ഇത് സ്ഥാപനം തുടങ്ങിയിട്ട് ഇത് 13ാമത്തെ വർഷമാണ്. തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഏത് മേഖലയിലായാലും തുടക്കം നമുക്കൊരു ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ അതാണ് കുറേശ്ശെ ചെയ്ത് പതുക്കെ കൂട്ടിക്കൊണ്ടു പോരാൻ പറയുന്നത്. നമ്മൾ സൂപ്പർ മാർക്കറ്റുകൾ അങ്ങനെയൊക്കെയാണോ? ഇത് സൂപ്പർ മാർക്കറ്റുകള്, പിന്നെ ചെലവുള്ള പച്ചക്കറി കടകള്, ബേക്കറികള്, പിന്നെ നമ്മൾ കുറച്ച് പേരുടെ ഇതിനോട് താല്പര്യമുള്ള കുറച്ച് പേരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും. എന്നിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് ആക്കിയാൽ മതി. അപ്പൊ നമുക്കുള്ള സമയത്ത് അവരെ വിളിക്കാം. അതുപോലെ ഇപ്പൊ ഹയർ സെക്കൻഡറി സ്കൂളുകൾ, ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, കുറച്ചുകൂടി വിദ്യാസമ്പന്നരിലേക്കാണ് ഇത് കുറച്ചുകൂടി പോണത്. എന്നുവെച്ചാൽ ഈ കൂണെന്ന് പറയുന്നത് എല്ലാവർക്കും പേടിയാ, പേടിയൊന്നുമില്ല. എനിക്ക് വലിയ ഇഷ്ടമാണ്. കാര്യം വൈറ്റമിൻ ഡി ഒരുപാട് അടങ്ങിയ ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, അല്ലെ? അതുകൊണ്ടും ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ്. അതുകൊണ്ട് ഇപ്പൊ ഒരുപാട് പേര് ഇതിലേക്ക് താല്പര്യമുണ്ട് വാങ്ങിക്കാനായിട്ട്. നമ്മളെപ്പോഴും സൂപ്പർ മാർക്കറ്റിൽ പോയാൽ എപ്പോഴും ഇത് കിട്ടത്തില്ല. അത് ശരിയാണ്. കാരണം ഇന്ന് നമുക്ക് നമ്മുടെ ഏത് കടകളിൽ ചെന്നാലും ഇറച്ചിയായാലും മീനായാലും എല്ലാം, പച്ചക്കറി ആയാലും ഫ്രൂട്ട്സ് ആയാലും എല്ലാം വിഷത്തിൽ കുടിച്ചാണ് കിട്ടുന്നത്. പക്ഷെ ഇത് നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം. ഒരു വിഷം, ഒരു കീടനാശിനി ഇതിൽ ചെയ്യുന്നില്ല. കാരണം എന്തെങ്കിലും കേട് വന്നു കഴിഞ്ഞ് എടുത്ത് കളയാനേ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ക്ഷമ വേണം. അതുപോലെ നല്ല സാവധാനം ശ്രദ്ധയോടുകൂടി ചെയ്യണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കേട് വന്നാൽ കളയണം. ഒരു കീടനാശിനി അടിച്ച് തന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല. കുട്ടികളെ പരിചരിക്കുന്ന പോലെ പരിചരിക്കാനുള്ള ഒരു ക്ഷമയും ഇഷ്ടമൊക്കെ ഇതിനോടുണ്ടെങ്കിൽ ആർക്കും ചെയ്യാവുന്ന ഒന്നാണ്. സ്ത്രീകൾക്കും കൂൺ കൃഷിയിലേക്ക് ഇറങ്ങാവുന്ന ഒരു ബിസിനസ്സാണ്. അവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ വലിയ വീട്ടിലെ ബാക്കിയുള്ള ജോലികൾക്കൊക്കെ ശേഷം ചെയ്യാവുന്ന ഒന്ന് തന്നെയാണ്, അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇതിന് വലിയ മുതൽ മുടക്കൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ വലിയ ഒഴിഞ്ഞ മുറികളോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ പണ്ടത്തെ കന്നുകാലി തൊഴുത്തോ അല്ലെങ്കിൽ വലിയ കോഴി ഫാമുകളോ വർക്ക് ഏരിയ എന്തെങ്കിലും നമ്മുടെ വീട്ടിൽ ഉപയോഗം ഇല്ലാതെ കിടക്കുന്ന സ്ഥലം നല്ല വിനയപ്പെടുത്തി എടുത്തിട്ടുണ്ടെങ്കിൽ ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടമ്മമാർക്ക് പ്രത്യേകിച്ച് നമ്മുടെ സമയം, എത്ര സമയമാണ് നമ്മൾ വെറുതെ കളയുന്നത്. ആ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഇറങ്ങി ചെന്നാണ്ടല്ലോ നമുക്കൊരു ചെറിയൊരു വരുമാനം, അതിലുപരി വീട്ടിലെല്ലാവർക്കും നല്ലൊരു ഭക്ഷണം കൊടുക്കാനായിട്ട് സാധിക്കും. കേരളത്തിന്റെ കാലാവസ്ഥയിൽ പറഞ്ഞ ശരിക്കും 2 ഇനം കൂണ വളരുള്ളൂ. ഒന്ന് ചിപ്പിക്കൂണും ഒന്ന് പാൽക്കൂണും. ചിപ്പിക്കൂൺ വളരാനായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 25 ഡിഗ്രി സെന്റിഗ്രേഡാണ്. അതുപോലെ ഹ്യൂമിഡിറ്റി ഒരു 80-ന് മുകളിൽ നിൽക്കണം. ആ ഇതിൽ വരികയാണെങ്കിൽ നമുക്ക് ചിപ്പിക്കൂൺ നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇനി പാൽക്കൂണാണോ നമുക്ക് വളർത്താൻ ഉദ്ദേശിക്കണമെങ്കിൽ 32 ഡിഗ്രി സെന്റിഗ്രേഡിന് മുകളിലായിരിക്കും വേണം. ഹ്യൂമിഡിറ്റി 90-ന് മുകളിൽ നിന്നാലേ നമുക്ക് പാൽക്കൂൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഈ 2 കൂണ് മാത്രം നമുക്ക് കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ വളരുള്ളൂ. പിന്നെ നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പോയാൽ കൂടുതലായിട്ടും കാണുന്നത് ബട്ടർ മഷ്റൂമാണ്. അത് നമ്മുടെ കാലാവസ്ഥയിൽ വളരില്ല. അത് 20 ഡിഗ്രി സെന്റിഗ്രേഡിന് താഴെ ഉള്ളിടത്ത് വളരുള്ളൂ. അത് പുറത്തുനിന്ന് വരുന്നതായിരിക്കും അല്ലേ? അത് നമുക്ക് ഊട്ടി, കൊടൈക്കനാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന്
വരുന്നതാണ്. നമ്മളൊരു കൂൺ ബെഡ് തയ്യാറാക്കാനായിട്ട് എത്രത്തോളം ചിലവ് വരും, അതുപോലെ എത്രത്തോളം വൈക്കോൽ അല്ലെങ്കിൽ അർക്കപ്പൊടി നമ്മൾ ഇതിന് യൂസ് ചെയ്യണം, പിന്നെ അതിന് വിത്തൊക്കെ എങ്ങനെയാണ്, നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കുവാണോ ചെയ്യുന്നത് അതോ വാങ്ങിക്കുവാണോ? ഇതിന്റെ ഈ കൂണൊരു ഫംഗസ് ആയതുകൊണ്ട് ഇതിന്റെ വിത്ത് നമുക്ക് കാണാൻ പറ്റില്ല കണ്ണുകൊണ്ട്. അത് ടിഷ്യൂ കൾച്ചർ വഴിയാണ് ഞങ്ങൾ ചെയ്തെടുക്കുന്നത്. എല്ലാരും ടിഷ്യൂ കൾച്ചർ വഴിയാണോ ചെയ്യുന്നത്? ഈ കൂൺ കൃഷി ചെയ്യുന്ന ആൾക്കാരെല്ലാരും ടിഷ്യൂ കൾച്ചർ ചെയ്യുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പൊ ആദ്യമേ നമ്മൾ കൃഷി ചെയ്യുന്നവര് ഒരു സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വിത്ത് വാങ്ങി ചെയ്താൽ മതി. എന്നിട്ട് ഒരു 2-3 വർഷം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ കൃഷിയിൽ തന്നെ ഒരു സ്റ്റേബിൾ ആയതിനു ശേഷം മാത്രം നമ്മൾ ഈ വിത്ത് ഉൽപാദനത്തിലേക്ക് വന്നാൽ മതി. ഇപ്പൊ ബെഡ് കെട്ടാനാണെങ്കിൽ നമുക്ക് വലിയ പൈസയുടെ ഇത് വരുന്നില്ല. കാരണം ഇപ്പൊ വക്യോലാണ് നമ്മൾ ഒരു ബെഡ് കെട്ടണമെങ്കിൽ ഞങ്ങളുടെ ഈ പ്രദേശത്ത് 1 കിലോ വക്യോലാണ് ഒരു ബെഡിന് വേണ്ടത്. ഒരു പാക്കറ്റ് വിത്ത് കൊണ്ട് നമ്മൾ 2 ബെഡാണ് കെട്ടുന്നത്. അപ്പോൾ വക്യോലാണെങ്കിൽ ഒരു ബെഡ് കെട്ടാൻ 1 കിലോ വക്യോല് വേണം. അപ്പൊ ഒരു ബെഡ് കെട്ടാനായിട്ട് നമ്മളുടെ ഇവിടുത്തെ വക്യോലിന്റെ കോസ്റ്റ് വെച്ച് നോക്കുമ്പോ ഒരു 55 രൂപ ചെലവ് വരുന്നുണ്ട്. കാരണം വിത്ത് ഒരു പാക്കറ്റിന് 40 രൂപയാണ്. അപ്പൊ അതിന്റെ പകുതി 20 രൂപ. പിന്നെ 1 കിലോ വക്യോല് ഇവിടെ അതിന് 30 രൂപ വരുന്നുണ്ട്. 1 കിലോ വക്യോല് ഇപ്പൊ 50. പിന്നെ അത് നിറയ്ക്കാനുള്ള പ്ലാസ്റ്റിക് കവറ്, പിന്നെ നമ്മുടെ പണിക്കൂലി എല്ലാം കൂടി ആകുമ്പോൾ 55 രൂപ വരും. എന്നാൽ റബ്ബറിന്റെ അർക്കപ്പൊടി ആണെങ്കിൽ നമുക്ക് ഒരു ബെഡ് കെട്ടാനായിട്ട് ഏകദേശം 30 രൂപയെ വരുന്നുള്ളൂ. കാരണം 1 കിലോ റബ്ബറിന്റെ അർക്കപ്പൊടിക്ക് ഇപ്പൊ ഞങ്ങൾ 60 കിലോമീറ്റർ ദൂരെ പോയി കൊണ്ടുവന്നത്. എന്നാലും നമുക്ക് 1 കിലോയ്ക്ക് ഇവിടെ വരുമ്പോഴേക്കും എല്ലാ കോസ്റ്റ്, ട്രാൻസ്പോർട്ടിങ് ചാർജ് എല്ലാം കൂടി നമുക്കൊരു 3-3.25 രൂപയിൽ നിർത്താൻ പറ്റും. അപ്പൊ ഒരു 2 കിലോ 2.5 കിലോ അർക്കപ്പൊടി മതി ഒരു ബെഡ് കെട്ടാനായിട്ട്. അപ്പൊ 7.5 രൂപ മതി. പിന്നെ ഒരു പാക്കറ്റ് വിത്ത് 20 രൂപ, ഇപ്പൊ 27. പിന്നെ ഒരു 2.5 രൂപ വിത്തും പ്ലാസ്റ്റിക് കവറും അതുപോലെ നമ്മുടെ പണിക്കൂലി എല്ലാം കൂടി വരുമ്പോ 30 രൂപയിൽ നമുക്ക് നിർത്താൻ പറ്റും. അപ്പൊ നമുക്ക് ഒരു ബെഡിൽ നിന്ന് 1 കിലോ അല്ലേ, എത്രയാണ് നമുക്ക് കിട്ടുക? ഒരു ബെഡിൽ നിന്ന് 1 കിലോ ആണ് പറയുന്നെങ്കിലും നമ്മൾ ഇത്രയൊക്കെ ഇടുമ്പോൾ ആവറേജ് ഒരു 500 അല്ലെങ്കിൽ 600 ഗ്രാം പ്രതീക്ഷിച്ചാൽ മതി. അത്രേ വരുത്തുള്ളൂ. ചില ബെഡുകളിൽ നിന്നൊക്കെ നമുക്ക് ഓരോ കിലോ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു 10-400 ബെഡൊക്കെ ഇട്ട് ഒരു 10% എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് കേടായി പോകും. പിന്നെ അതുപോലെ തന്നെ കുറച്ചെണ്ണത്തിന് 1 കിലോ വരും. ചിലതിൽ 200-300 വ്യത്യാസം ഉണ്ടാവും അല്ലേ? അതെ അതെ. അപ്പൊ നമുക്ക് ഇത് എത്ര നാൾ ഉപയോഗിക്കാം ഈ ഒരു ബെഡ് തയ്യാറാക്കി കഴിഞ്ഞാല്? ഒരു ബെഡ് തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ വക്യോലിനാണെങ്കിൽ നമുക്കൊരു 15 ദിവസം കഴിയുമ്പോഴേക്കും, നമ്മുടെ മഴക്കാലത്തുള്ള കാലാവസ്ഥയാണെങ്കിൽ 15 ദിവസം കഴിയുമ്പോഴേക്കും കൂണ് വന്നു തുടങ്ങും. ഇപ്പൊ നമുക്ക് ഒരു 17-ാം ദിവസം നമ്മൾ ഇതിന്റെ കൂണ് പറിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ബെഡിൽ നമുക്ക് വരുന്നത് ഒരു 20 ദിവസം ഗ്യാപ്പിലാണ് 4 വിളവെടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ബെഡ് കൊണ്ടുപോയിട്ട് കമ്പോസ്റ്റ് ആക്കി മാറ്റാം. അപ്പൊ കൂണിന്റെ ഒന്നും നമുക്ക് കളയാനില്ല എന്നുള്ളതാണ്. ചെടികൾക്കൊക്കെ ഉപയോഗിക്കാം. അതുപോലെ ഇതൊരു മലിനീകരണത്തിന്റെ ഒരു പ്രശ്നം ഇതിനില്ല. അതാണ് നമ്മുടെ ഗാർഡനൊക്കെ ഇത്ര നന്നായിട്ടിരിക്കുന്നത് അല്ലേ? അതെ അതെ അതെ. അത് കൊള്ളാം. അപ്പൊ 2 കാര്യങ്ങൾ, ഇതിന്റെ നമുക്ക് ലാസ്റ്റ് വേസ്റ്റ് നമുക്ക് ആ രീതിയിൽ കമ്പോസ്റ്റ് കൃഷിക്ക് ഉപയോഗിക്കാം. നമ്മളൊരു കൂൺ ബെഡ് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ അത് എപ്പോഴാണ് ഇത് ഹാർവെസ്റ്റ് ചെയ്യാൻ റെഡി ആകുന്നത്? അതിനെ കുറിച്ച് പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാകും. അതെങ്ങനെയാണ് നമുക്ക് കറക്റ്റ് സമയം മനസ്സിലാകുക? അതിന് കൂൺ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകുക? അതൊന്ന് കാണിച്ചു തരുമോ? ഇതിപ്പോ നമുക്ക് ബെഡ് കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 15-ാം ദിവസം ഇതിൽ ചെറിയൊരു മുട്ട് വന്നോന്ന് വിചാരിക്കാം. മുട്ട് വന്നു കഴിഞ്ഞാൽ 3-ാം ദിവസം നമ്മളത് പറിക്കണമെന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ കറക്റ്റ് ഹാർവെസ്റ്റ് ചെയ്യാനുള്ളൊരു ഭാഗമാണ്. കണ്ട ആ ഒരു കുഴിഞ്ഞ് നിക്കണത്. ഇത് ഇതിന്റെ ഹാർവെസ്റ്റ് കഴിഞ്ഞു. കാരണം ഇത് വിടർന്നു പോയി. വിടരുന്നതിന് മുമ്പ് നമ്മൾ എടുക്കണം 3 ദിവസം. അത് കഴിഞ്ഞ ഒന്നെങ്കിൽ അത് താഴെ വീഴും, അല്ലെങ്കിൽ അതിന്റെ കളർ മാറിപ്പോവും, അല്ലെങ്കിൽ അതും ഇങ്ങനെ പൊടി പിടിച്ച പോലെ തൂങ്ങിക്കിടും. വളരെ മനോഹരമായിരിക്കും. നനച്ചു കൊടുക്കുകയൊക്കെ ചെയ്യണ്ടേ? അത് എത്ര ദിവസം കൂടുമ്പോഴാണ്? അത് എല്ലാ ദിവസം ചെയ്യുവോ? ബെഡ് കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വെള്ള കളർ ആകുന്നത് വരെ നമ്മൾ ബെഡ് നനയ്ക്കാൻ പാടില്ല. അതിനുശേഷം വെള്ള കളർ എന്ന് പറഞ്ഞാൽ ഇതുപോലെ വൈറ്റ്, വെള്ള കളർ എന്ന് പറയുന്നത് ഇതിന്റെ മൈസീലിയാണ്, കൂണിന്റെ തന്തുക്കള് ഓടിയിട്ട് ഇതുപോലെ വെള്ള കളറാവും. ഈ വെള്ള കളർ ആയതിനു ശേഷം മാത്രം നമ്മൾ വെള്ളം തളിക്കാൻ പാടുള്ളൂ. ചിലവര് ബെഡ് കെട്ടി പിറ്റേ ദിവസം തുടങ്ങി നനയ്ക്കാൻ തുടങ്ങും. അങ്ങനെ നനച്ച ബെഡ് കേടായി പോകും. ഇതുപോലെ വൈറ്റ് ആയതിനു ശേഷം പിന്നെ നല്ല മഴയുണ്ടെങ്കിൽ നനച്ചു കൊടുക്കണ്ട. കാരണം അന്തരീക്ഷത്തിൽ നല്ല ഈർപ്പാംശം ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ നനച്ചു കൊടുക്കണ്ട. നനച്ചു കൊടുക്കുന്ന ആ മുട്ടിനൊരു ഈർപ്പം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ നനച്ചു കൊടുക്കേണ്ടത്. പക്ഷെ അതിന്റെ അന്തരീക്ഷത്തിൽ എപ്പോഴും ഈർപ്പവും അതുപോലെ തന്നെ ടെമ്പറേച്ചറും മെയിൻറ്റെയിൻ ചെയ്ത് പോകണം.
അപ്പൊ ഒരു വലിയ കൂണിന്റെ സെറ്റ് കിട്ടിയിട്ടുണ്ട്, നമുക്കത് പറിച്ചെടുക്കാം. സൂപ്പർ. ഓക്കെ, ഗുഡ്, താങ്ക് യു. ഇതൊക്കെ കണ്ടിട്ട് കൃഷി ചെയ്യാൻ തോന്നുന്നു. ഇത് വെറൈറ്റി കളറാണ്. സാധാരണ നമുക്ക് വൈറ്റ് ആണ്. ഇത് വക്യോലിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല പിങ്ക് കളർ കിട്ടും. ഇത് അറക്കപ്പൊടിയിലാകുമ്പോൾ അത് ലൈറ്റ്. കൂണിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനാണ്. അത് പച്ചക്കറികളിൽ വെച്ചിട്ട്, പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ ഡെയിലി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാവും എന്നുള്ളതാണ്, രോഗപ്രതിരോധ ശക്തി. അതുപോലെ തന്നെ നമ്മളിതിൽ ഈ ചിപ്പിക്കൂണിൽ ശരിക്കും കൊളസ്ട്രോൾ ഉള്ളവർക്ക് കഴിക്കണ ഇത് ലെവോസ്റ്റാറ്റിൻ എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ് ഉണ്ട്. അതിന്റെ ഒരു ഘടകം ശരിക്കും ചിപ്പിക്കൂണിൽ ഉണ്ടെന്നുള്ളതാണ്. വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ നല്ലതാണ് അല്ലേ? വെയിറ്റ് കൺട്രോൾ ചെയ്യാം, അതുപോലെ ഡയബറ്റിക്സിനൊക്കെ വളരെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഫൈബർ തീരെ തിന്നായതുകൊണ്ട് വളരെ ഇങ്ങനെ പറയുന്നു, പല റിസർച്ചുകൾ ഇതിൽ നടക്കുന്നുണ്ട്. പിന്നെ ക്യാൻസറിന്റെ ഒക്കെ ട്യൂമറിന്റെ ഗ്രോത്ത് ഒക്കെ ഇതിന് ചെറുത്ത് നിൽക്കാൻ കഴിയുന്നതിന്റെ റിസർച്ച് കാര്യങ്ങൾ. ആന്റി ഓക്സിഡൻസ് ധാരാളം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ ഇനി ഒരു വലിയ കൂണ് കാണിച്ചു തരാം. അപ്പൊ പോര് കേട്ടോ. കൂൺ കണ്ടോ? ചേച്ചി തന്നെ ഒരു വലിയൊരു കൂൺ കാണിച്ചു തരാമെന്ന് പറഞ്ഞായിരുന്നു. അതാണ് നമ്മുടെ ഈ കൂൺ. പറഞ്ഞു. അപ്പോൾ കൂൺ കൃഷിയെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഷിജി മാമിൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, അതുപോലെ ഇതിൻ്റെ ട്രെയിനിങ് കാര്യങ്ങൾക്ക് എല്ലാത്തിനായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇതെന്താ, കൂണാണല്ലോ, കൊള്ളാലോ സംഭവം. ഇത് ഉച്ചയ്ക്ക് എന്തുണ്ടാക്കുന്നത്? എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിക്കോ. അപ്പൊ എന്നെ ചെയ്യാണ്, അത് കൊള്ളാലോ പണി. ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു കൂൺ കൃഷിയും കാര്യങ്ങളും കണ്ടായി. അപ്പൊ ഞാൻ ഏതായാലും ഒരു കാര്യം തീരുമാനിച്ചു, ഇതുപോലെ കുറച്ച് വിൽക്കാനുള്ളത് കിട്ടിയില്ലെങ്കിലും നമുക്ക് നമ്മളുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ഒരു കൂൺ കൃഷി ഇപ്പൊ ചേച്ചിയോടൊക്കെ സംസാരിച്ച് എങ്ങനെ ചെയ്യണമെന്ന് കണ്ട് ഇതുപോലെ ഒരു 10 എണ്ണമെങ്കിലും ചെയ്യാൻ തീരുമാനം എടുത്തിരിക്കും.